സുഹൃത്തുക്കളെ, ഇന്ത്യൻ പ്രതിരോധ മേഖലയെ സംബന്ധിച്ച് പുറത്തു വരുന്ന വാർത്തകൾ എപ്പോഴും നമ്മളിൽ വലിയ അഭിമാനം നിറയ്ക്കുന്നവയാണ്. തദ്ദേശീയമായി നിർമ്മിക്കുന്ന പുതിയ മിസൈലുകളും ആയുധങ്ങളും ആത്മനിർഭർ ഭാരത് എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുകയാണെന്ന ബോധ്യം നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ ഈ അടുത്തിടെ നടന്ന ഒരു സുപ്രധാന ആയുധ പരീക്ഷണത്തിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ, അന്ധമായ അവകാശവാദങ്ങൾക്കപ്പുറമുള്ള ചില സത്യങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്നുണ്ട്. 2026 മെയ് 18, 19 തീയതികളിൽ ഒഡീഷയിലെ ചാന്ദിപ്പൂരിലുള്ള ITRൽ നടന്ന സൂര്യാസ്ത്ര റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റത്തിന്റെ പരീക്ഷണമാണ് ഇപ്പോൾ പ്രതിരോധ മേഖലയിലെ ചൂടേറിയ ചർച്ചാ വിഷയം. പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിബേ ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയാണ് ഇത് നിർമ്മിച്ചത്. ഇതേപ്പറ്റി ഞങ്ങൾ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് വേണ്ടി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുക്കുന്നതുമായിരിക്കും. അന്ന് ഞങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും എല്ലാം തന്നെ ഈ പരീക്ഷണം വൻ വിജയമായിരുന്നു എന്ന് ആഘോഷിച്ചപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ചില സങ്കീർണമായ വിവരങ്ങൾ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്. 4 പരീക്ഷണങ്ങളിൽ ഒരെണ്ണം ദയനീയമായി പരാജയപ്പെട്ടു. വിക്ഷേപിച്ച് വെറും 15 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ 7 കിലോമീറ്റർ ഉയരത്തിൽ വെച്ച മിസൈൽ തകർന്നു വീണു. എന്നിട്ടും ഈ പരാജയം മറച്ചുവെച്ച് പരീക്ഷണം കഴിഞ്ഞ് വെറും ദിവസങ്ങൾക്കുള്ളിൽ ഈ മിസൈലുകൾ ഇന്ത്യൻ സൈന്യത്തിലേക്ക് ഔദ്യോഗികമായി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് ഒരു പരീക്ഷണം പരാജയപ്പെട്ടിട്ടും ഇത്ര തിടുക്കത്തിൽ ഇന്ത്യൻ ആർമി സിസ്റ്റം സ്വന്തമാക്കുന്നത്? ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ വീഡിയോയിൽ നമ്മൾ സൂര്യാസ്ത്രയുടെ ഉള്ളറകളിലേക്ക് വളരെ ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എന്താണ് ഈ സൂര്യാസ്ത്ര എന്ന് നമുക്കൊന്ന് നോക്കാം. ഇസ്രായേലി പ്രതിരോധ കമ്പനിയായ എൽബിറ്റ് സിസ്റ്റംസിൻ്റെ ആയുധങ്ങളാണ് നിബേ ലിമിറ്റഡ് ഇന്ത്യയിൽ ലൈസൻസോടെ നിർമ്മിക്കുന്നത്. പ്രധാനമായും 2 തരം റോക്കറ്റുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതിൽ ആദ്യത്തേത് എക്സ്ട്രാ റോക്കറ്റ് എന്ന വിളിപ്പേരുള്ള എക്സ്റ്റൻഡഡ് റേഞ്ച് ആർട്ടിലറി, 150 കിലോമീറ്റർ പരിധിയുള്ള റോക്കറ്റുകളാണ്. പിന്നെ പ്രിഡേറ്റർ ഹോക്ക്, 300 കിലോമീറ്റർ വരെ പരിധിയുള്ള കൃത്യതയാർന്ന വലിയ മിസൈലുകൾ. 2026 ജനുവരിയിലാണ് എമർജൻസി പ്രൊക്യൂർമെന്റ് അഥവാ അടിയന്തര സംഭരണ പദ്ധതി പ്രകാരം ഏകദേശം 292 കോടി രൂപയ്ക്ക് ഈ സിസ്റ്റം വാങ്ങാനായിട്ട് ഇന്ത്യൻ സൈന്യം കരാറൊപ്പിട്ടത്. കേവലം 6 മാസത്തിൽ താഴെ സമയമെടുത്താണ് ഈ പ്രൊജക്ട് പരീക്ഷണ ഘട്ടത്തിൽ എത്തിയത്. മെയ് 18-നും 19-നും ഇടയിൽ 4 ടെസ്റ്റുകളാണ് പ്രധാനമായിട്ടും നടന്നത്. നിബേ ലിമിറ്റഡ് മുഖ്യധാരാ വാർത്തകളും അവകാശപ്പെട്ടത് 150 കിലോമീറ്റർ പരിധിയിലുള്ള മിസൈൽ 1.5 മീറ്ററും 300 കിലോമീറ്റർ പരിധിയുള്ള മിസൈൽ വെറും 2 മീറ്ററും മിസൈലിന്റെ കൃത്യത അളക്കുന്ന മാനദണ്ഡമായ CEP അഥവാ സർക്കുലർ എറർ പ്രോബബിൾ പ്രകാരം കൈവരിച്ചു എന്നാണ്. അതായത് ലക്ഷ്യസ്ഥാനത്തിന്റെ പരമാവധി 2 മീറ്റർ ചുറ്റളവിൽ കൃത്യമായിട്ട് പ്രഹരിക്കാൻ ഇതിന് കഴിഞ്ഞു എന്ന് സാരം. എന്നാൽ ഇതിൽ ഒരു മിസൈൽ ലോഞ്ച് ചെയ്ത് 15 കിലോമീറ്റർ ദൂരം പിന്നിട്ടപ്പോൾ തന്നെ ആകാശത്ത് വെച്ച് കഷ്ണങ്ങളായിട്ട് ചെതറിപ്പോയി. ഏറ്റവും ദുരൂഹമായ കാര്യം എന്തെന്നാൽ ഈ പരീക്ഷണത്തിന്റെ ഡേറ്റാബേസ് DRDOയുടെ കൈവശം ഇല്ല എന്നതാണ്. ഒരു സ്വകാര്യ കമ്പനി സ്വന്തമായി ഡേറ്റ പ്രോസസ് ചെയ്യുകയും അത് സൈന്യത്തിന് മുമ്പിൽ വിജയകരമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നു. DRDOയുടെ ഒരു മിസൈലാണ് ഇങ്ങനെ പരാജയപ്പെട്ടിരുന്നതെങ്കിൽ വീണ്ടും നിരവധി പരീക്ഷണങ്ങൾ നടത്തി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ സൈന്യം അത് സ്വീകരിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ ഒരു പരാജയം നടന്നിട്ടും ദിവസങ്ങൾക്കകം സൈന്യം ഇതിൻ്റെ ആദ്യ ബാച്ച് ഡെലിവറിക്കായിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരുന്നത്. ഒരു പരീക്ഷണം പരാജയപ്പെട്ടിട്ടും കോടിക്കണക്കിന് രൂപ ചെലവാക്കി എന്തിനാണ് ഇന്ത്യൻ സൈന്യം ഈ ആയുധം വാങ്ങുന്നത്? ഇതിൻ്റെ പിന്നിലെ തന്ത്രപരവും സാങ്കേതികവുമായ വളരെ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. ഞങ്ങളുടെ ആഴത്തിലുള്ള ഗവേഷണത്തിൽ നിന്ന് കണ്ടെത്തിയ കാരണങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ കാരണം ചൈനീസ് അതിർത്തിയിലെ വലിയ ഭീഷണിയും ആയുധങ്ങളുടെ വലിയ കേപ്പബിലിറ്റി ഗ്യാപ്പുമാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ പക്കൽ നിലവിലെ ദീർഘദൂര ആക്രമണങ്ങൾക്ക് ബ്രഹ്മോസ് പോലെയുള്ള ക്രൂസ് മിസൈലുകളുണ്ട്. എന്നാൽ ബ്രഹ്മോസ് എന്ന് പറയുന്നത് വളരെ ചെലവേറിയ 30 കോടിയിലധികം രൂപ വില വരുന്ന ഒരു മിസൈലാണ്. മറുഭാഗത്ത് കുറഞ്ഞ ചെലവിലുള്ള നമ്മുടെ സ്വന്തം പിനാക റോക്കറ്റുകൾക്ക് നിലവിലെ 40 മുതൽ 90 കിലോമീറ്റർ വരെ മാത്രമേ പ്രഹരശേഷിയുള്ളൂ. ഇതിൻ്റെ 120 മുതൽ 250 കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ള പതിപ്പുകൾ നമ്മൾ വികസിപ്പിക്കുന്നതേ ഉള്ളൂ. ചൈനയുടെ പക്കൽ അതിർത്തിയിൽ 500 കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ള PHL-16 പോലെയുള്ള മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറുകളുണ്ട്. ഈ ഒരു വലിയ വിടവ് നികത്താനായിട്ട് ഇന്ത്യൻ സൈന്യത്തിന് അടിയന്തരമായിട്ട് 300 കിലോമീറ്റർ ദൂരത്തിൽ കൃത്യമായി ആക്രമിക്കാൻ കഴിയുന്ന ഒരു ടാക്ടിക്കൽ സിസ്റ്റം വേണം.
ശത്രുവിൻ്റെ കമാൻഡ് പോസ്റ്റുകൾ, റഡാർ സ്റ്റേഷനുകൾ എന്നിവ വളരെ കുറഞ്ഞ ചെലവിൽ തകർക്കാനായിട്ട് സൂര്യാസ്ത്രയ്ക്ക് സാധിക്കും. ഈ അടിയന്തര ആവശ്യമുള്ളത് കൊണ്ടാണ് ചെറിയൊരു പരാജയം വകവെക്കാതെ സൈന്യം ഇതിനെ സ്വാഗതം ചെയ്യുന്നത്. രണ്ടാമത്തെ കാരണം പരാജയപ്പെട്ടത് ഇതിൻ്റെ ഡിസൈൻ അല്ല, മറിച്ച് ഇന്ത്യൻ അസംബ്ലിങ് മാത്രമാണ്. സൂര്യാസ്ത്ര എന്ന് പറയുന്നത് പുതിയതായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ആയുധമല്ല. ഇസ്രായേൽ സൈന്യം വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന യുദ്ധമുഖത്ത് തെളിയിക്കപ്പെട്ട സാങ്കേതിക വിദ്യയാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിസ്ഥാന ഡിസൈനിൽ യാതൊരു തകരാറുമില്ല എന്ന് ഇന്ത്യൻ സൈന്യത്തിന് ഉറപ്പുണ്ട്. ഇന്ത്യയിൽ വെച്ച് പ്രാദേശികമായിട്ട് ഭാഗങ്ങൾ സംയോജിച്ചപ്പോൾ വന്ന എന്തെങ്കിലും ഒരു ചെറിയ പിഴവായിരിക്കാം മെയ് മാസത്തിലെ പരീക്ഷണത്തിൽ സംഭവിച്ചത്. ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം മാത്രമായിട്ടാണ് സൈന്യം ഇതിനെ കാണുന്നത്. മൂന്നാമത്തെ കാരണം എമർജൻസി പ്രൊക്യൂർമെന്റ് പ്രോട്ടോക്കോളാണ്. അതായത് സാധാരണഗതിയിൽ ഒരായുധം സൈന്യത്തിൽ എത്തുന്നതിന് മുമ്പ് വർഷങ്ങൾ നീളുന്ന കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകണം. എന്നാൽ എമർജൻസി പ്രൊക്യൂർമെന്റ് എന്നത് യുദ്ധസമാനമായ സാഹചര്യങ്ങളെ നേരിടാനായിട്ട് വളരെ വേഗത്തിൽ ആയുധങ്ങൾ വാങ്ങാനുള്ള ഒരു രീതിയാണ്. ഇവിടെ വേഗതയ്ക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് പരീക്ഷണങ്ങളിലെ ചെറിയ വീഴ്ചകൾ പിന്നീട് പരിഹരിക്കാമെന്ന വ്യവസ്ഥയിലാണ് ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് ഇത്തരം ആയുധങ്ങൾ സേനയുടെ ഭാഗമാകുന്നത്. നാലാമത്തെ കാരണം ഇതൊരു സമ്പൂർണ്ണ ഓർഡർ അല്ല, ഒരു തുടക്കം മാത്രമാണ്. അതായത് ഒരു ബെഞ്ച് മാർക്കിംഗ് ആൻഡ് എക്കോസിസ്റ്റം ഡെവലപ്മെന്റ് മാത്രമാണ്. ഏകദേശം 300 കോടി രൂപയുടെ ഈ കരാർ വഴി കേവലം 2 സിസ്റ്റങ്ങൾ മാത്രമാണ് സൈന്യം ഇപ്പോൾ വാങ്ങുന്നത്. ഇതൊരു വലിയ സായുധവൽക്കരണമല്ല, മറിച്ച് ഇത് ഉപയോഗിച്ച് പഠിക്കാനും ഭാവിയിൽ കൂടുതൽ സിസ്റ്റങ്ങൾ ആവശ്യമായിട്ട് വന്നാൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് മനസ്സിലാക്കാനും വേണ്ടിയായിട്ടാണ് ഈ ചെറിയ ബാച്ച് സൈന്യം സ്വന്തമാക്കുന്നത്. ദൃഷ്ടി ഡ്രോണുകളുടെ കാര്യത്തിലും സമാനമായി 10 മാത്രം വാങ്ങി സൈന്യം പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അഞ്ചാമത്തെ കാരണം സ്വകാര്യ പ്രതിരോധ മേഖലയെ കൈപിടിച്ചുയർത്തലാണ്. ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണം എക്കാലവും സർക്കാർ സ്ഥാപനങ്ങളായിട്ടുള്ള DRDO, HAL എന്നിവയിൽ ഒതുങ്ങി നിൽക്കുമായിരുന്നു. എന്നാൽ സ്വകാര്യ കമ്പനികളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നത് സർക്കാരിൻ്റെ വലിയൊരു നയമാണ്. കോമ്പറ്റീഷൻ വർദ്ധിക്കണം, ക്വാളിറ്റി വർദ്ധിക്കണം, എഫിഷ്യൻസി വർദ്ധിക്കണം. നിബേ ലിമിറ്റഡ് പോലെയുള്ള ഒരു കമ്പനിക്ക് ഒറ്റയടിക്ക് ഒരു മിസൈൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് വിദേശ സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ നിർമ്മിച്ച് പഠിക്കാനായിട്ട് സർക്കാർ അവർക്ക് അവസരം നൽകുകയാണ്. പരാജയങ്ങൾ ഉണ്ടായാലും ആദ്യത്തെ കുറച്ച് ഓർഡറുകൾ നൽകി അവരെ സാമ്പത്തികമായിട്ട് പിന്തുണയ്ക്കുക എന്നതൊരു ദീർഘകാല സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണങ്ങളാണ് എന്നുണ്ടെങ്കിലും ഈ ഇടപാടിൽ ന്യായമായ ചില വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ആത്മനിർഭർ ഭാരത് എന്ന പേരിൽ ഇറക്കുമതി ചെയ്യുന്ന ആയുധങ്ങൾക്ക് ലേബൽ മാറ്റുക മാത്രമാണ് ഇവിടെ നടക്കുന്നത്. രണ്ടാമതായിട്ട്, DRDO പോലെയുള്ള ഇന്ത്യയുടെ സ്വന്തം ഏജൻസികളെ ഇത്തരം പരീക്ഷണങ്ങളുടെ ഡേറ്റ പരിശോധനയിൽ നിന്നും മാറ്റി നിർത്തുന്നത് വലിയ സുരക്ഷാ പാളിച്ചയാണ്. നിബേ ലിമിറ്റഡിന് സ്വന്തമായിട്ട് ഇതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കഴിവ് നിലവിലില്ല. നാളെ സൈന്യം ഈ മിസൈലിൽ എന്തെങ്കിലും പരിഷ്കാരം ആവശ്യപ്പെട്ടാൽ അവർ വീണ്ടും ഇസ്രായേലി കമ്പനിയെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സ്വന്തം DRDO 200 മുതൽ 250 കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ള പുതിയ റോക്കറ്റുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം തദ്ദേശീയമായ ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം വിദേശ കമ്പനികളുടെ റീബ്രാൻഡഡ് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയെ പിന്നോട്ടടിക്കുമോ എന്ന് ചില വിദഗ്ധർ സംശയിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ സൂര്യാസ്ത്ര മിസൈലിൻ്റെ പരീക്ഷണത്തിലെ വീഴ്ച ഒരു ചെറിയ കാര്യമല്ല. എന്നാൽ ചൈനീസ് അതിർത്തിയിലെ അടിയന്തര സാഹചര്യങ്ങളും വലിയൊരു യുദ്ധമുണ്ടായാൽ ശത്രുപാളയത്തിൽ കൃത്യമായി ആക്രമണം നടത്താനുമുള്ള ടാക്റ്റിക്കൽ ആവശ്യകതകളും പരിഗണിക്കുമ്പോൾ സൈന്യത്തിന് മുമ്പിൽ മറ്റ് എളുപ്പ വഴികൾ കുറവാണ്. തെളിയിക്കപ്പെട്ട ഒരു ഇസ്രായേലി സാങ്കേതികവിദ്യ ഇന്ത്യയിൽ അസംബിൾ ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു സാങ്കേതിക പിഴവായിട്ട് കണ്ട് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനാണ് ഇന്ത്യൻ ആർമി ശ്രമിക്കുന്നത്. എങ്കിലും സുതാര്യത വളരെ പ്രധാനമാണ്. കോടിക്കണക്കിന് രൂപയുടെ പ്രതിരോധ ഇടപാടുകളിൽ ഡേറ്റകൾ മറച്ചു വെക്കുന്നതും പേര് മാറ്റി സ്വദേശി എന്ന് അവകാശപ്പെടുന്നതും ശരിയായ കീഴ്വഴക്കമല്ല. സ്വകാര്യ മേഖലയെ വളർത്തേണ്ടത് അത്യാവശ്യമാണ്, എന്നാൽ അത് ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാകാനും പാടില്ല. സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു സുപ്രധാന വിഷയമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.